ഹായ് ഓൾ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഈ വീഡിയോയിലൂടെ ഞാൻ ടിക്കറ്റ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ടോക്കൺ എങ്ങനെ ബുക്ക് ചെയ്യുന്നു എന്നുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഈ ഒരു ബുക്കിങ്ങിലൂടെ എനിക്ക് മനസ്സിലായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ ബാങ്ക് സെർവർ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ട്രാൻസാക്ഷൻ എന്തെങ്കിലും നടക്കാത്ത ഒരു സാഹചര്യം, നെറ്റ്വർക്ക് ഇഷ്യൂ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടൈമിന് ചിലപ്പോൾ നമുക്ക് ഉദ്ദേശിക്കുന്ന ആ ടൈമിന് ആ ഒരു ടോക്കൺ നമ്പർ നമ്മൾ ചിലപ്പോൾ മിസ് ചെയ്തതായിട്ട് വരും. അതായത് നമുക്ക് പേയ്മെൻറ്റ് അടയ്ക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലോട്ട് വരും. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഇതിലൂടെ പറ്റിയെന്ന് വെച്ചാൽ ഒരു 8 മണിക്കൂറോളം എനിക്ക് എൻ്റെ ഈ ബാങ്ക് സെർവർ എററായിരുന്നു. അപ്പോൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെൻറ്റിലോട്ടാണ് നമ്മൾ പോകുന്നതെന്നുണ്ടെങ്കിൽ അതിന് ചില ദിവസങ്ങളിൽ മാത്രമേ കൺസൾട്ടേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ അത് നമുക്കൊരു ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ടുണ്ടായേക്കാം. അപ്പോൾ എനിക്കത് അനുഭവപ്പെട്ടു. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ ഈ പണ്ടത്തെ കാലഘട്ടം ടോക്കൺ എടുക്കാൻ പോയ ഒരു കാലഘട്ടത്തെ പറ്റി പറഞ്ഞിരുന്നു. എന്നാൽ ഇപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ടോക്കൺസ് എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയിലൂടെ ആ ഒരു കാര്യം എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാക്കുക. ഓക്കെ, അപ്പോൾ ഒന്ന് ട്രൈ ചെയ്യും. നമുക്കാദ്യം ഇ ഹെൽത്ത് കേരള എന്ന് പറയുന്ന വെബ്സൈറ്റിലേക്ക് കയറാം. കയറുമ്പോൾ ഇങ്ങനൊരു വിൻഡോ ആണ് വരുന്നത്. അതിൽ യൂസിങ് മൊബൈൽ നമ്പർ, അതുപോലെ തന്നെ UHID, യൂസിങ് UHIDയും ഉണ്ട്. നമുക്കിപ്പോൾ തൽക്കാലം കോൺടാക്റ്റ് നമ്പർ, മൊബൈൽ നമ്പർ വെച്ച് തന്നെ നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അപ്പം മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ അവിടെ മഞ്ഞ ബോർഡിലുള്ള ക്യാപ്ച കൃത്യമായിട്ട് തന്നെ ടൈപ്പ് ചെയ്യുക. സെൻഡ് OTP കൊടുക്കുക. OTP വരണമെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് കോൺടാക്റ്റ് നമ്പറും ക്യാപ്ചയും ടൈപ്പ് ചെയ്യുക. OTP വന്നിട്ടുണ്ട്. അപ്പോൾ OTP നമുക്ക് ടൈപ്പ് ചെയ്തതിന് ശേഷം വെരിഫൈ OTP കൊടുക്കാം. അത് ഓക്കെ ആകുമ്പോഴത്തേക്കും നമ്മൾ ടൈപ്പ് ചെയ്ത ആദ്യത്തെ കോൺടാക്റ്റ് നമ്പർ ബേസ് ചെയ്തിട്ടുള്ള എത്ര UHID, എത്ര പേര് ആ കോൺടാക്റ്റ് നമ്പർ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്, അവരുടെ എല്ലാം ഡീറ്റെയിൽസ് വരും. ഇപ്പോൾ ഒരു UHID മാത്രമേ ഉള്ളൂ, എൻ്റേത് മാത്രം. അതിനുശേഷം നമുക്ക് ടോക്കൺ നമ്പർ ബുക്ക് ചെയ്യാനായിട്ട് ഇവിടെ ഇയർ ഓഫ് ബർത്ത് എന്ന് പറയുന്ന സ്ഥലത്ത് ടൈപ്പ് ചെയ്യണം. ഇയർ ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡ് കൊടുക്കണം. അഡ്വാൻസ് അപ്പോയിൻമെൻറ്റ് എന്ന് പറയുന്ന ആദ്യത്തെ ഓപ്ഷൻ ചൂസ് ചെയ്യാം. അതിൽ ഡിസ്ട്രിക്റ്റ് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. നമുക്ക് തിരുവനന്തപുരം ചൂസ് ചെയ്യാം. അതിനുശേഷം തിരുവനന്തപുരത്തുള്ള എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിൻ്റെയും ലിസ്റ്റ് ഇതിനകത്തുണ്ട്. ഞാനിപ്പോൾ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലാണ് ചൂസ് ചെയ്യുന്നത്. അതല്ല നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തൊട്ടടുത്തുള്ള ഹെൽത്ത് സെൻറ്റർ, പാങ്ങപ്പാറ ഹെൽത്ത് സെൻറ്റർ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് അടുത്തുള്ള ഗവൺമെൻറ് ഹെൽത്ത് സെൻറ്ററുകൾ, നമുക്ക് തൊട്ടടുത്തുള്ള എല്ലാ ഗവൺമെൻറ് ആശുപത്രികളുടെയും ലിസ്റ്റ് ഇതിനകത്തുണ്ട്. അടുത്തത് ഡിപ്പാർട്ട്മെൻറ്റാണ്. ഇപ്പോൾ മെഡിക്കൽ കോളേജാണ് ഞാൻ ചൂസ് ചെയ്തതുകൊണ്ട് തന്നെ അവിടെയുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഡീറ്റെയിൽസ് ഈ ലിസ്റ്റിനുണ്ട്. നമുക്ക് ആവശ്യമുള്ള ഡിപ്പാർട്ട്മെൻറ്റ് തിരഞ്ഞെടുക്കാം. ഇത്രയും കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റെഫർ ചെയ്തിട്ടുള്ള ഡോക്ടറുടെ പേര്, ചിലപ്പോൾ ഡോക്ടറുടെ പേര് നമുക്ക് അറിയണമെന്നില്ല, അതുകൊണ്ട് നമുക്ക് കോമയോ മൈനസോ എന്തെങ്കിലും കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഫർ ചെയ്യാനായിട്ട് എഴുതിയ ആ ഹോസ്പിറ്റൽ ഏതാണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. ഏത് ഡോക്ടറാണ്, അതായത് ഏത് ഹോസ്പിറ്റലാണെന്നുള്ളത് ടൈപ്പ് ചെയ്യുക. ഇപ്പം ഫാമിലി ഹെൽത്ത് സെൻറ്റർ പാങ്ങപ്പാറ എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അത് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട സ്ഥലമാണ്. അതുപോലെ തന്നെ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് നമുക്ക് റെഫർ ചെയ്യുന്നുള്ളത്, ജനറൽ ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ ആയിരിക്കും, ജനറൽ OP തന്നെ ആയിരിക്കും നമ്മൾ മിക്കവാറും നമുക്ക് കിട്ടുന്നത്. അവിടെ അത് ടൈപ്പ് ചെയ്യുന്നു. അതിനുശേഷം ഇനിയുള്ളത് ഡേറ്റ് ചൂസ് ചെയ്യുക എന്നുള്ളതാണ്. നമുക്ക് ഏത് ദിവസമാണ് ഹോസ്പിറ്റലിൽ അപ്പോയിൻമെൻറ്റ് വേണ്ടതെന്നുള്ളതിനെ പറ്റി. അപ്പോൾ നമുക്ക് ഡേറ്റ്, കൃത്യമായിട്ടൊരു ഡേറ്റ് ചൂസ് ചെയ്യുക. അതിനുശേഷം ചെക്ക് അവൈലബിലിറ്റി ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ ആ ദിവസം ഉള്ള ടൈമിങ് 8 മുതൽ 9 മണി വരെയാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അതിൽ 1 മുതൽ 25 വരെ ടോക്കൺസ് ഇപ്പോൾ ഉണ്ട്. അതിൽ നീല നിറത്തിലുള്ളത് ബുക്ക് ചെയ്യാത്തതും, അതായത് അവൈലബിൾ ആയിട്ടുള്ളതും, ഗ്രേ കളറിലുള്ളത് ബുക്ക് ചെയ്തതുമാണ്. അപ്പോൾ 2 വരെ ഇപ്പോൾ ബുക്കിംഗ് കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ ഇനി 3 ഉള്ളത്. അപ്പോൾ നമുക്ക് 3 ചൂസ് ചെയ്യാം. അതിനുശേഷം കൺഫേം ആൻഡ് പ്രൊസീഡ് പേയ്മെൻറ്റ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്, അത് ചൂസ് ചെയ്യാം. അപ്പോൾ വരുന്ന വിൻഡോ ആണിത്. അതിൽ നമ്മൾ നേരത്തെ കൊടുത്ത ഡീറ്റെയിൽസ് എല്ലാം അതിനകത്തുണ്ട്. ടോക്കൺ നമ്പർ 3 ആണെന്നുള്ളത് അറിയാം. പേ നൗ എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. അപ്പോൾ പേയ്മെൻറ്റ് 10 രൂപ പേയ്മെൻറ്റാണ് ഇപ്പോൾ ഉള്ളത് ടോക്കൺ എടുക്കാനായിട്ട്. അതിനുശേഷം വരുന്ന വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള ബാങ്ക് തൽക്കാലം തിരഞ്ഞെടുത്ത് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാം. അതിൽ വരുന്ന വിൻഡോയിൽ നെറ്റ് ബാങ്കിങ് അതുപോലുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. ഞാനിപ്പോൾ UPI ആണ് കൊടുത്തിരിക്കുന്നത്.
അവിടെ UPI നമ്പർ നമുക്ക് ഉള്ള UPI നമ്പർ ടൈപ്പ് ചെയ്യുക. അതിനുശേഷം മേക്ക് പേയ്മെൻറ്റ് ഫോർ ₹10 അത് സെലക്ട് ചെയ്യുക. UPI ID ഉപയോഗിച്ച് ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ എന്നുള്ളത് നമുക്കിപ്പം നോട്ടിഫിക്കേഷൻ വരും. 5 മിനിറ്റാണ് സമയമുള്ളത് പേയ്മെൻറ്റ് ചെയ്യാനായിട്ട്. അപ്പം നമുക്ക് ആ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് കയറാം. ഞാൻ ആദ്യം ചൂസ് ചെയ്ത സമയത്ത് എനിക്ക് നെറ്റ്വർക്ക് ഇഷ്യൂ, അതല്ലെന്നുണ്ടെങ്കിൽ ബാങ്കിൻ്റെ സെർവർ എറർ കാരണം എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല. രണ്ടാമത് 8 മണിക്കൂറിന് ശേഷം ഞാൻ ട്രൈ ചെയ്തപ്പോൾ എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഗൂഗിൾ പേ വഴി എനിക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ കഴിഞ്ഞു ₹10. അങ്ങനെ എൻ്റെ ടോക്കൺ ഞാൻ ബുക്ക് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇനിയിപ്പോൾ പിറകോട്ട് ഇറങ്ങുക. അപ്പം വീണ്ടും വെബ്സൈറ്റിലോട്ട് കയറുമ്പോൾ വരുന്ന വിൻഡോ ഇതാണ്. അപ്പോൾ പേയ്മെൻറ്റ് കഴിഞ്ഞു. ഇനി ക്ലിക്ക് ഹിയർ എന്ന് പറയുന്ന ഓപ്ഷൻ ഇവിടെ ഉണ്ട്. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഫോണിലോട്ട് ടോക്കൺ ഡൗൺലോഡ് ആയിട്ടുണ്ടാവും. എന്നാലും മഞ്ഞ നിറത്തിലുള്ള ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡൗൺലോഡ് അഗെയിൻ എന്ന് പറയുന്ന ഓപ്ഷൻ വീണ്ടും കാണാം. അപ്പോൾ നമുക്ക് ആ ഒരു ടോക്കൺ നമുക്ക് ഓപ്പൺ ചെയ്ത് കാണാം. ഇതാണ് എൻ്റെ ടോക്കൺ. അപ്പോൾ ഇതുപയോഗിച്ച് ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം OP ടിക്കറ്റ് നമുക്ക് കരസ്ഥമാക്കാം. അതുപയോഗിച്ച് നമുക്ക് ബാക്കി കാര്യങ്ങൾ, അതായത് ഡോക്ടറെ കാണുകയും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.